അപ്പൊ ഇവളാണ് നിന്നെ വലിപ്പിച്ചിട്ട് പോയ പെണ്ണ്. ഇവിടെ കണ്ടിട്ട് ഒരു സിനിമയുടെ ലുക്ക് ഉണ്ടല്ലോ. ആ ലുക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ സാറേ. അങ്ങനെ പറ്റിപ്പോയതാ. അതെങ്ങനെയാണ് ഇവള് ഫസ്റ്റ് നൈറ്റിന് മുമ്പേ തന്നെ മുങ്ങിക്കളഞ്ഞു? ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത്. പേഴ്സണൽ സീക്രട്ടാണ്. നീ ധൈര്യമായിട്ട് പറ. ഫസ്റ്റ് നൈറ്റിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു സാറേ. ഇൻട്രസ്റ്റിംഗ്. ഞാൻ പാലിൻ്റെ പകുതി കുടിച്ച് ബാക്കി പകുതി അവൾക്ക് കൊടുക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. എന്തോ പരിപാടിയാണ് അവള് കാണിച്ചത്? എൻ്റെ കൂടും കുടുക്കി അടിച്ചോണ്ടാണ് സാറേ അവൾ പോയത്. ഛേ, ഇവളെന്താ പെണ്ണ്? ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങള്. ഒരു മിനിറ്റ്, സിഎ മാഡമാ. ഹലോ മാഡം, പിള്ളേരെ സ്കൂളിൽ കൊണ്ട് വിട്ടു. പച്ചക്കറിയല്ലേ? അത് വാങ്ങിച്ചിട്ടുണ്ട്. സാമ്പാർ ഐ വിൽ മാനേജ്. ഓവർ. അയ്യേ സാറ് രസമില്ലേ സാറേ? സാറാണോ സിയുടെ വീട്ടിലെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത്? നീ ആ കേസ് വിട്. നിന്റെ പെണ്ണ് കേസ് പറ. നിന്റെ കൂടും കുടുക്കി അടിച്ചോണ്ട് പോയിട്ട്. സാറേ അവളൊരു നിസ്സാരക്കാരിയല്ല. തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്ര അങ്ങനെ ഓടി നടന്നാണ് ഇവിടെ തട്ടിപ്പടത്തുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ പെണ്ണ് കേസായിട്ട് സാറ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പാൻ ഇന്ത്യൻ പെണ്ണ് കേസ് ഇത് ഞാൻ പൊളിക്കും. അയ്യോ, വീണ്ടും സിഎ മാഡം. ഹലോ മാഡം, ഞാൻ മീൻ മേടിച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ. മാഡം, ഞാൻ തേങ്ങ ഇട്ടാണ് വറ്റിച്ചിരിക്കുന്നത്. ഫ്രൈ നാളെ പോരെ. ഹലോ മാഡം, ഒരു കയ്യബദ്ധം. ഇനി വല്ല ആക്ഷൻ എടുക്കരുത്. അയ്യോ, കട്ട് ചെയ്യും തുടങ്ങല്ലോ. അയ്യേ സാറിന്റെ രൂപവും പെരുമാറ്റം തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ സാറേ. നിങ്ങൾ എന്തിനാ പെണ്ണുപിള്ളി ഇങ്ങനെ പേടിക്കുന്നത്? ആ പെണ്ണുമ്പിള്ള എൻ്റെ പെണ്ണുമ്പിള്ളയാണ്ട്. സാറിന്റെ പെണ്ണുപിള്ളിയാണോ സി ഐ? എൻ്റെ പൊന്നനിയ, നിന്റെ കൂടും കുടുക്കി എടുത്ത് ഒരു പെണ്ണ് പോയെന്ന് പറഞ്ഞില്ലയോ? അവളെ നീ ദേവതയെ പോലെ പൂജിക്കണം. അവൾ അതുകൊണ്ട് അങ്ങ് പോയല്ലോ. എനിക്ക് സ്റ്റേഷൻ വന്നാലും സമാധാനമില്ല, വീട്ടിൽ പോകാനും സമാധാനമില്ല. പെണ്ണുപിള്ളയാന്ന് പറഞ്ഞാൽ സാർ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്? സാറിന് ഐജിക്കോ എസ് പിക്കോ ഒക്കെ പരാതി കൊടുത്തുകൂടി? 3 പ്രാവശ്യം കൊടുത്തു വിട്ടു. ഇവിടെയല്ല കൊടുത്തുകൊണ്ടത്. ഇവിടെ അത് വായിച്ചു നോക്കിട്ട് കീർക്കണം. ഇതിപ്പോ എന്റെ കേസിനേക്കാളും വലിയ കേസാണല്ലോ സാറിന്റെ കേസ്. എടാ, നിന്റെ കേസ് പുറത്ത് ഒരു കേസ് ഇപ്പൊ സിനിമയായിട്ടുണ്ട്, പെണ്ണ് കേസ്. ആദ്യം ഞാൻ പോയി ആ സിനിമ ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ കേസ് അന്വേഷിക്കാം. ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഇത് സിനിമയായി. ഇത് എവിടെ പോയി കാണാൻ പറ്റും? എടാ, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്ക തിയേറ്ററിൽ ഈ പടം ഓടുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കാണാം. അപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ ഓടി നടന്ന് ഈ പടം കാണാം. പെണ്ണ് കേസ് റണ്ണിങ് സക്സസ്ഫുള്ളി.